നമസ്കാരം. എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ്. പല കുട്ടികളും ചോദിക്കുന്നത്, സാറേ 18 മാർക്ക് മേടിക്കാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സാറേ ഉണ്ട്. 36 മാർക്ക് മേടിക്കാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഉണ്ട്. ഡബിൾ പാസ് മാർക്ക് മേടിക്കാനാണ് ഏറ്റവും നല്ല രീതിയിൽ ചില ചാപ്റ്റേഴ്സിലെ ഈ പറയുന്ന ടോപ്പിക്സുകളെല്ലാം നിങ്ങളൊന്ന് എഴുതി ഒന്ന് നോക്കിയാൽ വളരെ ഷോർട്ട് വീഡിയോ ആണ്, പക്ഷേ വളരെ പ്രയോജനമുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് മേടിക്കുന്നവർക്ക് ഇത് വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ ഓക്കെയാണ്. തുടങ്ങാം. നമ്പർ 1, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, ഇവിടെ ആദ്യത്തെ ചാപ്റ്റർ. അതിനകത്തൊന്ന് നിങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, പിന്നെ നമ്മുടെ യൂസസ് ഓഫ് ഡയമെൻഷനൽ അനാലിസിസ്, ഇതെന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ. ഇത് പഠിക്കണം ആദ്യത്തെ ചാപ്റ്ററിൽ. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഡിറൈവ് ചെയ്ത് പഠിക്കണം. AC=UT+12AT² ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്ത് പഠിക്കണം. ഗ്രാഫ് വരച്ച് ഡിറൈവ് ചെയ്യണം, ഉത്തരം കിട്ടണം. മൂന്നാമത്തിനകത്ത് മോഷൻ്റെ പ്ലെയിൻ ആണ്. പാരലോഗ്രാം ലോയും ട്രയാങ്കിൾ ലോയും. പാരലോഗ്രാം ലോയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ, പ്രൊജക്റ്റൈൽ, അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ്, എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, ഡെറിവേഷൻസ് നന്നായിട്ട് പഠിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നാലാമത്തെ ചാപ്റ്ററിനകത്ത് ലോസ് ഓഫ് മോഷനകത്ത് ന്യൂട്ടൻ്റെ ഫസ്റ്റോ സെക്കൻഡിലോ തേർഡിലോ റീകോയിൽ ഓഫ് എ ഗൺ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, അതിൻ്റെ പ്രൂഫ്, ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ, ബാങ്കിങ് ഓഫ് റോഡ്സ്. അഞ്ചിനകത്ത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്, കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ് ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് കാണിക്കുന്നത്. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഒരു ബോൾ വന്നിട്ട് മൂന്നിടത്തെയും എനർജി കോൺസ്റ്റന്റ് ആണെന്ന് കാണിക്കുന്ന പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ. പിന്നെ ആറാമത്തെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനകത്ത് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ, ആംഗുലർ മൊമെൻറ്റത്തിന് ആപ്ലിക്കേഷൻ, ബാലെ ഡാൻസറിൻ്റെയൊക്കെ കാറ്റിൻ്റെയൊക്കെ അത് നോക്കിക്കൊണ്ട് പോകണം വ്യക്തമായിട്ട്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ഫാക്ടേഴ്സ്. ഏഴാമത്തെ ചാപ്റ്റർ അത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡബിൾ പാസ്സായി. ഏഴാമത്തെ ചാപ്റ്ററിനകത്ത് വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡും ഡെപ്തും, എസ്കേ വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്, പിന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത്, കെപ്ലറിൻ്റെ 3 ലോസ്, 2 എണ്ണത്തിൻ്റെ പ്രൂഫ്. ഇത്രയും പഠിച്ചാൽ 7 ചാപ്റ്ററിനകത്ത് ഈ പറഞ്ഞ ടോപ്പിക്കുകൾ പഠിച്ചാൽ 36 മാർക്ക് ഉറപ്പാണ്, സംശയം വേണ്ട. അന്നേരം ഇങ്ങനെയുള്ള വീഡിയോസ് കാണുക, നല്ലപോലെ ഇരുന്ന് പഠിക്കുക, എഴുതി പഠിക്കുക, പടം വരയ്ക്കേണ്ട പടം വരച്ച് പഠിക്കുക. നിങ്ങൾക്ക് 1 മാർക്ക് പോകത്തില്ല. ഈ 36 മാർക്കിൽ 36 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത് ഒരു ഇച്ചിരി കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ, കുറയത്തില്ല എന്നുള്ളത് ഗ്യാരണ്ടി, വാരണ്ടി കേട്ടോ. അന്നേരം നിങ്ങൾ പറയുന്ന വീഡിയോസ് ചെയ്യും. ന്യൂമറിക്കൽസിൻ്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ ന്യൂമറിക്കൽസിൻ്റെ വീഡിയോസ് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ. നെവർ എവർ ഗിവ് അപ്പ്.